ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധിക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുമെങ്കിൽ നാളെ, കാരണം ഇത് ഇല്ലീഗലായിട്ടുള്ള, നമുക്ക് കോടതിയിലൊന്നും പോയിട്ടൊന്നും കാര്യമില്ല. മാർക്കറ്റ് ഹൈ അല്ലേ, ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ എന്നുള്ളൊരു. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനാണ് ഇതിനകത്ത്. പല ആൾക്കാരും ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ഒരു 5 വർഷത്തെ റിട്ടേൺ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അവർ പറയുന്നത് ഈ ഒരു ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് സാറിനൊരു ആൻസർ പറയാം. അതെ, ഇനിയിപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രവാസികൾ പലരും ചെയ്യുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വെൽത്ത് ക്രിയേഷൻ അതല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ച്, NRIs ആയിരിക്കും അവർ, പക്ഷേ അവർ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിച്ച് നാട്ടിലെ പല ആപ്പുകളിലൂടെ മ്യൂച്വൽ ഫണ്ടിലും അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചില ആൾക്കാർ അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്, ചിലത് അറിയാതെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തി SP അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്, ചെയ്യാൻ പാടില്ല. ഓക്കെ, അവർക്ക് 2 അക്കൗണ്ട് ആണെന്നെങ്കിൽ ഇപ്പൊ കസ്റ്റമർ പറയാണ്, ഇപ്പൊ NRI ആളുകൾ പറയാണ് എനിക്കിതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു എക്സംഷൻ കിട്ടാൻ സാധ്യത? ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ വണ്ടി ഓടിക്കണം, ഞാനിപ്പോ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണല്ലേ ഇവിടെ വണ്ടി ഓടിക്കേണ്ടത്. ഞാൻ റൈറ്റ് സൈഡിൽ കൂടി വണ്ടി ഓടിച്ചിട്ട് കൊണ്ടുപോയി വല്ലയിടത്ത് കൊണ്ടുപോയി വേറെ വണ്ടി വന്ന് ഇടിച്ചു. ഞാൻ പോലീസിന്റെ അടുത്ത് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് അവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. കറക്റ്റ്. ഇതുപോലെ തന്നെയാണ് ഈ രാജ്യത്തിന്റെ റെഗുലേഷൻസ് അറിയുക എന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന് അക്സെപ്റ്റ് ചെയ്യില്ല. അറിയേണ്ടത് ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തി SP അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. അവർക്ക് 2 തരത്തിലുള്ള അക്കൗണ്ട്, ഒന്ന് NRO, അതായത് നാട്ടിലത്തെ ലോക്കൽ ട്രാൻസാക്ഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് NRO അക്കൗണ്ട് യൂസ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ NRI, ഈ 2 അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് SP അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത് തെറ്റാകുമ്പോഴേക്കും ഈ SP അക്കൗണ്ട് വെച്ച് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലും ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ FEMA റെഗുലേഷൻ പ്രകാരം നമ്മളിപ്പോൾ ഒരു വീഡിയോ തന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. വലിയ പെനാൽറ്റിയാണ് അവർക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അതായത് ഒരു വെൽത്ത് ക്രിയേഷന് വേണ്ടി ചെയ്യുന്ന ഒരു വെൽത്ത് ഡിസ്ട്രക്ഷനിലേക്ക് പോകും. അല്ല, നമ്മളിപ്പോ ഒന്ന് ആലോചിച്ചേക്ക്, ഇന്നിപ്പോ ആധാറും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് എല്ലാം ലിങ്ക്ഡാ, പാസ്പോർട്ട് എല്ലാം ലിങ്ക്ഡാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റെസിഡന്റ് ഇൻഡിവിജ്വൽ അല്ലെ NRI സ്റ്റാറ്റസിലുള്ളവർ എത്ര പേര് SP അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നു ഇവര് ഒറ്റ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാറ്റാസ് എല്ലാം കയ്യിൽ കിട്ടും. എന്നിട്ട് ഗവൺമെന്റ് ഒരു നിയമം ഇതാണ്, ഈ അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തേക്ക്. ഇപ്പൊ എന്തെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ആരെങ്കിലും പെട്ടുകഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തുണ്ടാ, അവരുടെ അസറ്റുകളെല്ലാം ഫ്രീസ് ചെയ്യും. അപ്പൊ ഇതുപോലെ ഇപ്പൊ നാളെ ഇങ്ങനത്തെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ നോട്ട് നിരോധിക്കാൻ ഈ രാജ്യത്തിന് സാധിക്കുമെങ്കിൽ നാളെ, കാരണം ഇത് ഇല്ലീഗലായിട്ടുള്ള, നമുക്ക് കോടതിയിലൊന്നും പോയിട്ടൊന്നും കാര്യമില്ല, കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റാ. ശരി. അപ്പൊ അതുകൊണ്ട് കോടതിയിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ടും കിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ അവരെന്താണ് ചെയ്യേണ്ടത്? അടുത്ത അവരുടെ ഒരു സ്റ്റെപ്പ് അത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അതോ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് അവർ SP അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. SP അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നില്ല, അത് NRO അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ആ ഒരു അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കേസ്, അവർക്ക് ഷെയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് NRI അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് NRO അക്കൗണ്ടിൽ നിന്നൊക്കെ തന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഷെയറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ട്രേഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ PIS അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യണം. ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതുവഴി ചെയ്യുക. അപ്പൊ പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ സാറേ, ഇതിനകത്ത് ഇനിയിപ്പോൾ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഷെയർ ട്രേഡിംഗ് ആണ്, ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നില്ല. ഇത് ഷെയർ ട്രേഡിങ്ങും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഷെയർ ട്രേഡിങ്ങിലെ വെൽത്ത് ക്രിയേഷൻ നടക്കുമോ അതോ മ്യൂച്വൽ ഫണ്ടിലാണോ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത്? അത് ഞാൻ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ പറഞ്ഞു തരും. അതായത് ഡയറക്റ്റ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 95% ആൾക്കാർ ഏറ്റവും അവസാനം നഷ്ടത്തിൽ കൊണ്ടുപോയാണ് ഈ പരിപാടി അവസാനിപ്പിച്ചേക്കാണ്. ഞാൻ ഏകദേശം 2007 മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നതിന് മുൻപ് ഷെയർ ട്രേഡിങ് തുടങ്ങിയിട്ടാണ് വന്നത്. എനിക്ക് ആദ്യത്തെ ഷെയറിൽ ഭയങ്കര ലാഭം കിട്ടി, പിന്നെ ഭയങ്കര ആർത്തിയായി.
പിന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ നഷ്ടമൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ 2007 മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഷെയർ ട്രേഡിങ്ങിൽ വരുന്ന ഓൾമോസ്റ്റ് 95% ആൾക്കാർക്കും നഷ്ടമാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ രഞ്ജിത്തിന് ദുബായിക്ക് പോകണം അല്ലേ, ദുബായിക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് സപ്പോസ് 100 തവണ ഫ്ലൈറ്റിൽ, ഇപ്പോൾ കുവൈറ്റ് എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്ത വ്യക്തിയാണല്ലോ, 100 അല്ല അതിലും മേലെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവും. പിന്നെ അവിടെ എയർലൈൻസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഉണ്ട്. ഈ തവണ കുവൈറ്റ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പരിചയമുള്ളൊരു എയർ ഹോസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പൈലറ്റ് ആയിരുന്നു. അപ്പോൾ പൈലറ്റ് പറയുന്നതാണ്, എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, എടാ രഞ്ജിത്തെ നീ ഒരു പണിയാടാ, നീ ഇന്ന് പറത്തിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പറത്തു. ഇല്ല, 13 വർഷം കുവൈറ്റ് എയർലൈൻസിൽ ജോലി ചെയ്ത വ്യക്തി 100 കണക്കിന് തവണ അവിടെ ഇത് ഫ്ലൈറ്റിൽ കയറിയ വ്യക്തി പറത്തൂല. ഇല്ല, എന്താണ് നമുക്കറിയില്ലല്ലോ. ഷെയർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈലറ്റിന്റെ റോളാണ്. ഇതൊന്നും അറിയാതെ അവിടെ കിടന്ന് പണിയാൻ നോക്കി കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് 2007 ഒന്നും അറിയാതെയാണ് ഞാൻ ഇതിലേക്ക് ചെയ്യാൻ ശ്രമിച്ചത്. എനിക്ക് ഏറ്റവും അവസാനം എനിക്ക് നഷ്ടം വന്നു. അതേസമയം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെ, ഇപ്പൊ രഞ്ജിത്തിന് ഇപ്പൊ പൈലറ്റ്, അതായത് ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാൻ പാടില്ല, രഞ്ജിത്തിന് ദുബായിലെത്തണം, ഫ്ലൈറ്റിന്റെ പാസഞ്ചർ സീറ്റിലിരുന്നാൽ മതി, അവിടെ എക്സ്പെർട്ട് ആയിട്ടുള്ള പൈലറ്റ് ഉണ്ട്, അവര് ഈ ഫ്ലൈറ്റ് മാനേജ് ചെയ്തോളൂ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസഞ്ചറിന്റെ സീറ്റിലിരിക്കുന്ന ആ ഒരു കംഫർട്ടാണ്. നമുക്ക് ഈ മറ്റേ ഇതിന്റെ എല്ലാ ഫംഗ്ഷനെ കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല. ബേസിക് സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടണം, മാസ്ക് എങ്ങനെ വെക്കണം, അത് ഓരോ തവണ കയറുമ്പോഴും അവർ പറഞ്ഞു തരും. ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്നിട്ട് ക്ഷമയോടെ വെറുതെ അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ കിടന്നുറങ്ങി എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഈ സംഭവം ഗ്രോ ചെയ്തോളൂ. ഓക്കെ, അപ്പം അത് ആ ഒരു കംഫർട്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ പറയുന്നത് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പണം പണിയെടുക്കണം, അതിനൊരു ബെസ്റ്റ് ഉദാഹരണമാണോ മ്യൂച്വൽ ഫണ്ട്? തീർച്ചയായും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു, ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ ഗ്രോത്ത് ഫണ്ടാണ്. കാരണം മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ പവർ എത്രത്തോളം കൂടും തോറും, ഇപ്പം നമുക്ക് വീഞ്ഞുണ്ടല്ലോ, വീഞ്ഞ് എത്രത്തോളം പഴുകും തോറും അതിന് വീര്യം കൂടുമെന്ന് പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് എത്രത്തോളം പഴുകും തോറും അതിൻ്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം 1995 ലോഞ്ച് ചെയ്ത ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്. ആ ഫണ്ടിൽ ഇപ്പോൾ രഞ്ജിത്ത് 1 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു, അതിനുശേഷം കിടന്നുറങ്ങി, 25 വർഷം കിടന്നുറങ്ങി എന്ന് വിചാരിച്ചു. 25 വർഷം ഒന്നും ചെയ്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ 95 ആകുമ്പോഴേക്ക് ഏകദേശം 29 വർഷം ഒന്നും ചെയ്തില്ല. ഇന്ന് അതിൻ്റെ വാല്യുവേഷൻ എത്ര ഉണ്ടെന്ന് അറിയാമോ? ഇന്ന് ആ 1 ലക്ഷം രൂപ ഇന്ന് 327 ലക്ഷം രൂപയുണ്ട്. 3,27 ലക്ഷം രൂപയുണ്ട്. 327 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സാറേ, ഇപ്പം ഇങ്ങനെ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ അന്ന് ഇപ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ആ 1 ലക്ഷത്തിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ സാറ് 3,27 ലക്ഷം രൂപ അത്രയും വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു കേസ് തന്നെയാണ്. ഇപ്പം നോർമൽ സിറ്റുവേഷൻ നമ്മുടെ ഇന്ത്യയിലത്തെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 7%. നേരത്തെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പം 7% ഓൺ ആൻ അവറേജ് 6 to 7%. അപ്പോൾ 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 10 വർഷം കൂടുന്തോറും നമ്മുടെ എക്സ്പെൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 7% വെച്ച് തന്നെ നമുക്കൊന്നും കണക്കൂട്ടി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1995 1 ലക്ഷം രൂപ. അപ്പോൾ ഇപ്പം 2005 ആയപ്പോൾക്ക് 2005 ആയപ്പോൾക്ക് എത്രയും നേരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ. അപ്പോൾ 2015 ആയപ്പോൾ എത്രയും 4 ലക്ഷം രൂപ. ഇപ്പം 2025 ആകുമ്പോൾക്ക് എത്രയും 8 ലക്ഷം. അതായത് ഈ ചെലവിന്റെ ഇതനുസരിച്ച് ഈ പറഞ്ഞ 30 വർഷം കൊണ്ട് 8 മടങ്ങാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ട് കൊടുത്ത റിട്ടേൺ എത്ര? 3,27 ലക്ഷം. 327 ടൈംസ്. അതെ. അപ്പൊ കാരണം അത് ശരാശരി 22% റിട്ടേൺ ആണ് ആ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പൊ നോർമലി നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടൈം നമുക്കൊരു 12% റിട്ടേൺ, 7% ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു പ്ലസ് ഒരു 4 to 5% എക്സ്ട്രാ റിട്ടേൺ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് പൊതുവെ മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല ആളുകളും ചോദിക്കുന്നത്, ഇപ്പം മാർക്കറ്റ് ഹൈ അല്ലേ, ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ എന്നുള്ളൊരു. പിന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യനാണ് ഇതിനകത്ത്.
പല ആൾക്കാരും ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ഒരു 5 വർഷത്തെ റിട്ടേൺ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അവർ പറയുന്നത് ഈ ഒരു ടൈം നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരു ഡിസപ്പോയിൻമെൻറ്റ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് സാറിന് ഒരു ആൻസർ പറയാം. ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഹൈ 1980 അല്ലെങ്കിൽ 79-80 BSE സെൻസെക്സ് 100 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത്, അത് 101 ആയപ്പോഴേക്കും മാർക്കറ്റ് ഹൈ ആണ്, 110 ആയപ്പോൾ ഹൈ ആണ്, 1000 ആയപ്പോൾ ഹൈ ആണ്, 2000 ആയപ്പോൾ ഹൈ ആണ്, 5000 ആയപ്പോൾ ഹൈ ആണ്, 10000 ആയപ്പോൾ ഹൈ ആണ്, 20000 ആയപ്പോൾ ഹൈ ആണ്, 30000 ആയപ്പോൾ ഹൈ ആണ്, ഇപ്പൊ 74,000 75,000 പോയിന്റ് ആയപ്പോഴും ഹൈ ആണ്. ഹൈ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞൊരു സംഭവം ഇത്രയും ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ഏകദേശം 560-570 തവണയാണ് ബ്രേക്ക് ചെയ്തതാണ്. അപ്പോൾ ഓൾ ടൈം ഹൈ. ഇപ്പൊ നാളെ 2 ലക്ഷം ആകുമ്പോഴും ഹൈയാണ്. അപ്പൊ അത് ഇൻവെസ്റ്റേഴ്സ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ എക്കണോമി, അതായത് ഒരു മാർക്കറ്റ് എന്ത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ഫാക്ടേഴ്സാണ്. ഒന്ന് എക്കണോമിയുടെ GDP ഗ്രോത്ത്, 2 ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുമോ അതിനേക്കാൾ പ്ലസ് ഒരു 2-3% എക്സ്ട്രാ റിട്ടേൺ. അപ്പൊ ഇന്ത്യൻ GDP ഒരു 6% ഗ്രോ ചെയ്യുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ആവറേജ് ഒരു 6% ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ 6 + 6 12%. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു 12% പ്ലസ് 2-3% എക്സ്ട്രാ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12-15% റിട്ടേൺസ് വലിയ പ്രശ്നമില്ലാതെ ജനറേറ്റ് ചെയ്ത് തരാനുള്ള കപ്പാസിറ്റി ഇന്ത്യൻ എക്കണോമിക്കുണ്ട്. ഓക്കെ സാർ, ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് നിരാശപ്പെട്ടിരിക്കുന്നവരുടെ, അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയവരോട് സാറിന് എന്താണ് പറയാൻ? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് ഷെയർ ട്രേഡിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നിരാശപ്പെട്ടിരിക്കാൻ മാത്രം സമയം ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ ഡെയിലി ഒന്നോളം ഇത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ബൈ ചെയ്യുക, കയറുന്ന സമയത്ത് വിൽക്കുക, അതാണ് നോർമലി ഇതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ ഇത് ആർക്കും ഇത് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ എത്ര വലിയ എക്സ്പെർട്ട് ആണെങ്കിലും ഇപ്പൊ മരിച്ചുപോയ ജുഞ്ചുവാലക്ക് പോലും പറ്റാറില്ല. അപ്പൊ നമ്മൾ നിരാശപ്പെട്ടിരിക്കാനാണെങ്കിൽ നമ്മളിപ്പോ ഒരു ചൊല്ലുണ്ട്, നഷ്ടമായി ഇത്രയും വർഷം, അയ്യോ ഇതിനു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഒരു മരം നടണമെങ്കിൽ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 വർഷം മുമ്പാണ്. സെക്കൻഡ് ബെസ്റ്റ് ടൈം എന്താണ്? ഇപ്പോഴാണ്. നമ്മൾ നിരാശപ്പെട്ടിരുന്നിട്ട് നമുക്ക് അതുകൊണ്ട് എന്താ ഗുണം? പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഓക്കെ, ഇന്ന് ചെയ്തില്ലെങ്കിൽ അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഇപ്പോഴുള്ള നിരാശയല്ല, അതിനേക്കാൾ വലിയ നിരാശ. പിന്നെ ആ സമയത്ത് പിന്നെ ചെയ്യാൻ ഒന്നും ഉണ്ടാവുകയില്ല. അതെ. ഓക്കെ, ഇപ്പൊ അടുത്ത ഒരു 10 വർഷം ഇപ്പൊ ഇന്ത്യൻ GDP നമ്മളെല്ലാ ന്യൂസിനകത്തും കേൾക്കുന്നതാണ്. ഗോൾഡ്മാൻ സാക്സും അതല്ലെങ്കിൽ IMF-ഉം നിരവധി ഇതുപോലെ ക്രെഡിറ്റ് ഏജൻസീസ് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 8 ട്രില്യണിലേക്ക് ഇന്ത്യ മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? അതായത് ഇപ്പോൾ 2030 ആകുമ്പോൾ ഇന്ത്യ 8 ട്രില്യൺ എക്കണോമിയായിട്ട് മാറുമെന്നാണ് ഇപ്പോൾ ഒരു മിക്ക സർവേയും എല്ലാം റിസർച്ച് ഗ്രൂപ്പുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം നമ്മൾ സിമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇന്ത്യയിൽ ഒരു 6% ഗ്രോത്ത്, 6% ഇൻഫ്ലേഷൻ, അപ്പോൾ 12%. അപ്പൊ ഇപ്പൊ നിലവിൽ 4 ട്രില്യനാണ്. അപ്പൊ 12 റൂൾ ഓഫ് 72 എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ 72നെ ഈ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 6 ആണ്. ഇപ്പൊ ഇത് 2024 ആണ്. അപ്പൊ ഇന്ത്യൻ എക്കണോമി വെറും 6% ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇപ്പൊ 4 ട്രില്യൺ എന്നുള്ളത് ഇപ്പൊ 6 വർഷം കൊണ്ട് 8 ട്രില്യനാണ്. അതിനു വേണ്ടി 10% 20% ഒന്നും ഗ്രോ ചെയ്യണമെന്നില്ല. വെറും 6% ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇന്ത്യൻ എക്കണോമി ഈ പറഞ്ഞ ടൈം ആവുമ്പോഴേക്കും 8 ട്രില്യൺ ആവും. ഇന്ത്യ ഇങ്ങനെ വളരുന്നുണ്ട്, നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് എല്ലാം ഉണ്ട്. പക്ഷെ ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഇതിലേക്ക് എത്താൻ ഇവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മാർഗം എന്താണ്? ബാങ്കുകളിലെ അവകാശികളില്ലാതെ കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത്. ആക്ച്വലി അത് അവകാശികളുണ്ട്, പക്ഷെ അവരറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഈ സെയിം സിനാരിയോ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ആപ്പ് ത്രൂ ചെയ്യുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യും?